ഭക്ഷണം വടിച്ച് കഴിക്കുമ്പോൾ ഒരാൾ ചോദിച്ചു, അല്ല കുറച്ചും കൂടി ഇട്ടേ, മതിയായില്ലേ എന്ന്. സത്യത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് ഭക്ഷണം സമ്പൂർണ്ണമായി ഒരു മണി പോലും നഷ്ടപ്പെടുത്താതെ കഴിക്കുക എന്നത്. വളരെ ശ്രദ്ധാപൂർവം നാം പാലിക്കേണ്ട ഒരു സുന്നത്താണത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഅറാഫിൽ 31-ാമത്തെ ആയത്തിൽ കാണാം, വകുലു വഷ്റബു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. നിങ്ങൾ ഭക്ഷണം കഴിക്കണം, നിങ്ങൾ വെള്ളം കുടിക്കണം, പക്ഷേ അവിടെ ധൂർത്ത് പാടില്ല. അത് നഷ്ടപ്പെടുത്തി കളയരുത്. നഷ്ടപ്പെടുത്തി കളയുന്ന ആളുകളെ അള്ളാഹു തആല ശിക്ഷിക്കുമെന്ന്. ചിലപ്പോൾ ദാരിദ്ര്യം കൊണ്ടാവാം, ചിലപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടാവാം, നമുക്ക് വരുന്ന പല പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ ആവാം. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു വുദൂഇലും നബിയെ ധൂർത്തുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, അതെ, നിങ്ങളൊരു നദിക്കരയിൽ വെച്ച് വുദൂ ചെയ്യുകയാണെങ്കിൽ പോലും 3 തവണ എന്ന് പറഞ്ഞെടുത്ത് 4 തവണ ചെയ്യാൻ പാടില്ല എന്ന്. അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, യക്റഹു ലക്കും ഖീൽ വഖാൽ വകസറത സുആൽ വഇളാഅത്തൽ മാൽ. 3 കാര്യം അള്ളാഹു വളരെയധികം വെറുക്കുന്നു: അമിതമായ ചോദ്യങ്ങൾ, കണ്ടതും കേട്ടതും പറയല്, അതുപോലെ സമ്പത്ത് നഷ്ടപ്പെടുത്തി കളയുക എന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്പത്തുകൾ നഷ്ടപ്പെടുത്തി കളയാതെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു, വല്ലാഹി ലാ യുഅ്മിൻ വല്ലാഹി ലാ യുഅ്മിൻ വല്ലാഹി ലാ യുഅ്മിൻ, ഒരിക്കലും വിശ്വാസിയാവുകയില്ല എന്ന്. ആരാണ് നബിയെ? അല്ലദീ ലാ യഅ്മനു ജാറുഹു ബവാഇഖഹു. തൻ്റെ അയൽവാസികൾ ഇവന്റെ അക്രമത്തിൽ ഭയപ്പെട്ടുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അവർക്ക് നിർഭയത്വമില്ല എങ്കിൽ അവൻ വിശ്വാസിയാവുകയില്ല എന്ന്. ഇമാം ഗസാലി റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അവിടുന്ന് എലികൾ വല്ലാതെ ശല്യം ചെയ്തപ്പോൾ പൂച്ചയെ പോറ്റിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഞാൻ പൂച്ചയെ പോറ്റിയാൽ ഈ വീട്ടിൽ നിന്ന് എൻ്റെ അയൽപക്കത്തേക്കാണ് ആ എലികൾ പോവുക, അത് അവർക്ക് ശല്യാവൂലേ എന്ന്. അത്രമേൽ മഹത്തായി ചിന്തിച്ച വലിയ വലിയ മഹത്തുക്കൾ നമ്മെ സംബന്ധിച്ചിടത്തോളം പഠിപ്പിച്ച ആശയമാണിത്. അബൂദർ റളിയല്ലാഹു വിളിച്ചുകൊണ്ട് മുത്തുനബി തങ്ങൾ പറയുന്നുണ്ട്, നീ കറി ഉണ്ടാക്കുമ്പോൾ കൂടുതൽ വെള്ളം അതിൽ ചേർക്കണേ, നിന്റെ അയൽവാസികൾ കൂടി നീ പരിഗണിക്കണേ എന്ന്. അയൽവാസികളെ പരിഗണിക്കുന്ന നല്ല സ്വഭാവം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.